എല്ലാവർക്കും നല്ല നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് കാലടി ശിവക്ഷേത്ര സന്നിധിയിലേക്കുള്ള വഴിയിലാണ്. എത്ര മനോഹരമായിട്ടാണ് ദീപാലങ്കാരം ചെയ്തിട്ടുള്ളത്. 28-ാം തീയതി, ജനുവരി 28-ാം തീയതി കൊടിയേറി ഫെബ്രുവരി 4-ാം തീയതി വരെ തിരുവുത്സവ ചടങ്ങുകൾ നടക്കുന്ന ക്ഷേത്ര സന്നിധിയുടെ മുന്നിലാണ് നിൽക്കുന്നത്. ചാലക്കുടി ദേശത്തും അതുപോലെ മേലൂരിലും എല്ലാം തന്നെ വളരെ പ്രശസ്തമായിട്ടുള്ള ഉത്സവാഘോഷ ചടങ്ങുകൾ നടക്കുന്ന ഒരു ക്ഷേത്രമാണ് കാലടി ശിവക്ഷേത്രം. നിരവധി പരിപാടികളാണ് ഇവിടെ നടക്കുന്നത്. നമുക്കറിയാം, ഉത്സവഛായ, ഉത്സവ ആഘോഷം എന്നൊക്കെ പറയുന്നത് മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷകരമായ ആഹ്ലാദത്തിമുറപ്പേകുന്ന ഒത്തുചേരലിൻ്റെ ഒരു വലിയ കൂട്ടായ്മയാണ്. ജാതി മത വ്യത്യാസമില്ലാതെ ഉത്സവാഘോഷങ്ങളെല്ലാം തന്നെ പങ്കെടുത്തുകൊണ്ടൊരു സംസ്കാരമാണ് കാലടി ശിവക്ഷേത്രത്തിനുള്ളത്. ബ്രഹ്മശ്രീ ശ്രീകുമാർ നമ്പൂതിരിപ്പാട് അവറുകൾ തൃക്കൊടിയേറ്റ് കർമ്മം നിർവഹിക്കപ്പെട്ടതോടുകൂടി ഉത്സവാഘോഷ ചടങ്ങുകൾക്ക് ആരംഭം കുറിച്ചിരിക്കുകയാണ്. നിരവധി കലാപരിപാടികളുണ്ട്. നിങ്ങളെല്ലാവരെയും തൃക്കാലടിയപ്പൻ്റെ ഈ സന്നിധിയിലേക്ക് ഏറ്റവും ഭക്തിപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്, ക്ഷണിക്കുകയാണ്. അഭീഷ്ടവരദായകനും ആശ്രിതവത്സലനും ദേശാധിപതിയും സർവൈശ്വര്യപ്രദായകനുമായ തൃക്കാലടിയപ്പൻ്റെ തിരുവുത്സവത്തിന് മേലൂർ കാലടി ശിവക്ഷേത്രത്തിൽ കൊടിയേറി. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ശ്രീകുമാരൻ നമ്പൂതിരികളുടെ കാർമ്മികത്വത്തിൽ തൃക്കൊടിയേറ്റ് കർമ്മം നിർവഹിക്കപ്പെട്ടു. 8 ദിവസത്തെ തിരുവുത്സവാഘോഷങ്ങൾക്ക് ഇതോടെ ആരംഭമായി. തൃക്കൊടിയേറ്റ് കർമ്മത്തിനു ശേഷം തിരുവനന്തപുരം കലാക്ഷേത്ര അവതരിപ്പിച്ച ശ്രീകൃഷ്ണ ഭാരതം മെഗാഹിറ്റ് ബാലെ അരങ്ങേറി. 2-ാം ദിവസമായ ജനുവരി 29 ബുധനാഴ്ച രാവിലെ നടന്ന ക്ഷേത്ര ചടങ്ങുകൾക്ക് ശേഷം ഉത്സവ ബലി നടന്നു. വൈകിട്ട് നിറമാല, വിളക്ക്, ദീപാരാധന എന്നീ ക്ഷേത്ര ചടങ്ങുകൾക്ക് ശേഷം മേലൂർ കാലടി പാരമ്പര്യ കലാസ്വാദക സമിതിയുടെ സഹകരണത്തോടെ വിദ്വാൻ ആനന്ദ് കെ രാജിൻ്റെ നേതൃത്വത്തിൽ സംഗീത കച്ചേരി അരങ്ങേറി. തുടർന്ന് കൊടിപ്പുറത്ത് വിളക്ക്, ശ്രീ പെരുവനം ശങ്കരനാരായണൻ നയിക്കുന്ന മേളം അരങ്ങേറി. 3-ാം ദിവസമായ ജനുവരി 30 വ്യാഴാഴ്ച ക്ഷേത്ര ചടങ്ങുകൾക്ക് ശേഷം വൈകിട്ട് 7-ന് ചാലക്കുടി നമ്പീശൻ സ്മാരക കഥകളി ക്ലബിൻ്റെ സഹകരണത്തോടെ ഇരിഞ്ഞാലക്കുട കലാനിലയം അവതരിപ്പിച്ച കിരാതം കഥകളി അരങ്ങേറി. 4-ാം ദിവസമായ ഇന്ന് ക്ഷേത്ര ചടങ്ങുകൾക്ക് ശേഷം വൈകിട്ട് 7-ന് മേലൂർ കാലടി നൃത്താഞ്ജലി വിദ്യാലയം അവതരിപ്പിക്കുന്ന നൃത്തനൃത്യങ്ങൾ അരങ്ങേറും. 5-ാം ദിവസമായ ഫെബ്രുവരി 1 ശനിയാഴ്ച വൈകിട്ട് 7-ന് തട്ടകത്തെ കലാകാരന്മാരും കലാകാരികളും അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികൾ നടക്കും. 6-ാം ദിവസമായ ഫെബ്രുവരി 2 ഞായറാഴ്ച വലിയ വിളക്ക് പ്രതിഷ്ഠാ ദിനം. കളഭകേസരി തിരുവാണിക്കാവ് രാജഗോപാൽ തൃക്കാലടിയപ്പൻ്റെ തിടമ്പേറ്റുന്നു. ഉച്ചയ്ക്ക് പ്രസാദകൂട്ട്. വൈകിട്ട് 7-ന് 8ാമത് തൃക്കാലടിയപ്പൻ സേവാകീർത്തി പുരസ്കാരം മൺമറഞ്ഞു പോയ അതുല്യ കലാകാരനും തൃക്കാലടിയപ്പൻ്റെ ദാസനുമായ മദ്ദള സവ്യസാചി ശ്രീ ചാലക്കുടി രാമൻ നായരുടെ ഓർമ്മകൾക്ക് മുൻപിൽ സമർപ്പിച്ച് ആദരിക്കുന്നു. സമർപ്പണം തൃക്കാലടിയപ്പൻ യുവജന സമിതി. തുടർന്ന് ശുഗപുരം രഞ്ജിത്ത് നയിക്കുന്ന തായമ്പക. രാത്രി 9-ന് വിളക്കെഴുന്നള്ളിപ്പ്. ശ്രീ ചോറ്റാനിക്കര സുഭാഷ് നാരായണ മാരാർ നയിക്കുന്ന മേജർ സെറ്റ് പഞ്ചവാദ്യം. ഫെബ്രുവരി 7 തിങ്കളാഴ്ച തിരുവുത്സവ ദിനത്തിൻ്റെ 7-ാം ദിനത്തിൽ രാത്രി 7-ന് സോപാന സംഗീതം. കുമാരി വൈദേഹി സുരേഷ് നയിക്കുന്നു.
രാത്രി 8-ന് പള്ളിവേട്ട മേളം. ശ്രീ ചാലക്കുടി വേണുനമ്പിടിയും സംഘവും. തുടർന്ന് കൂട്ടപ്പറ നിറയ്ക്കൽ. 8-ാം ദിവസമായ ഫെബ്രുവരി 4 ചൊവ്വാഴ്ച ക്ഷേത്ര ചടങ്ങുകൾക്ക് ശേഷം വൈകിട്ട് പടിഞ്ഞാറെ നടക്കൽ തിരുവാതിരക്കളി. മേലൂർ കാലടി ശിവക്ഷേത്രത്തിൽ നടന്നുവരുന്ന തിരുവുത്സവ ആഘോഷ ചടങ്ങുകളിൽ പങ്കെടുത്ത് തൃക്കാലിയടിയപ്പൻ്റെ അനുഗ്രഹാശിസുകൾക്ക് പാത്രീഭൂതരാകാൻ ഏവരെയും ഹൃദ്യമായി ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു.